ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞങ്ങൾ മണാലിയിലത്തെ ലാസ്റ്റ് ഡേ ആണ്, അതായത് 4th ഡേ. ഞങ്ങൾ മണാലിയിൽ നിന്ന് തിരിച്ച് അംബാലയ്ക്ക് പോവാണ് ഇന്ന്. അപ്പോൾ ഞങ്ങൾ വന്ന വഴി കൂടിയല്ല തിരിച്ചു പോണത്, കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പം ആ വഴിയിലത്തെ കാഴ്ചകളൊക്കെ കാണാം. എന്തായാലും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളങ്ങനെ രാവിലെ തന്നെ റെഡിയായി ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ഇപ്പോൾ രാവിലെ ഒരു 9:30 ഞങ്ങൾ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്കും. അപ്പം നല്ല രാവിലെ ഇറങ്ങാനാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പിന്നെ ഞങ്ങളുടെ ഹോട്ടൽ ഓണർ തന്നെ പറഞ്ഞു ആ സമയത്ത് കുറച്ച് റഷായിരിക്കും, ഡൽഹിയിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ആ സമയത്താണ് വരിക, അത് കാരണം റോഡിൽ ഇത്തിരി തിരക്കായിരിക്കും എന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ പിന്നെ ഇത്തിരി പതുക്കെ റെഡിയായി. അതെ, ഞങ്ങൾ 9:30 ആയപ്പോഴത്തേക്കും അവിടുന്ന് പുറപ്പെട്ടു. എന്തായാലും നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നേ മല്ലു സിംഗിൻ്റെ. നല്ല ഫുഡ്, നല്ല ആംബിയൻസ്, ആൾക്കാരുടെ ബിഹേവിയർ ആണെങ്കിലും ഒക്കെ നല്ലതായിരുന്നു. എന്തായാലും 3 ദിവസത്തെ ഒരു അക്കംപ്ലിഷ്ഡ് മണാലി യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് അംബാലയ്ക്ക് പോവാണ്. ഇതേ ഇപ്പോൾ നമ്മൾ ബിയാസ് റിവറിൻ്റെ സൈഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ ബ്രിഡ്ജ് കണ്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഓൾമോസ്റ്റ് എല്ലായിടത്തും വേലി ബ്രിഡ്ജ് പോലത്തെ ബ്രിഡ്ജാണ് ഉള്ളത്. ഇതിപ്പോൾ 2 വീലേഴ്സിനും പിന്നെ നടന്നു പോകുന്നവർക്കും വേണ്ടി മാത്രമുള്ള ഒരു പാലമാണ്. പക്ഷെ അതിന് തന്നെ കൺസ്ട്രക്ഷനിൽ ഒരു ഭംഗിയുണ്ട്. ഇവിടെയൊക്കെ ബിയാസ് റിവർ അങ്ങനെ നല്ല ഫോഴ്സിലല്ലെങ്കിലും കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ സൈഡിലൊക്കെ ആക്ച്വലി എന്താണ് റിവർ റാഫ്റ്റിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. ഇതിപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ആശാപുരി എന്ന് പറഞ്ഞിട്ട് മണാലിയിലത്തെ ഒരു വില്ലേജാണേ. അത് നമ്മൾ വീണ്ടും ബിയാസ് റിവറിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ആക്ച്വലി ഇപ്പം എല്ലാവരും കുളു മണാലി എന്നല്ലേ പറയാം. ഈ മണാലി എത്തുന്നതിന് മുമ്പേ ഉള്ള ഒരു വില്ലേജാണ് ആക്ച്വലി കുളു എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഈ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസൊക്കെ കൂടുതൽ നടക്കുന്നത്. അതായത് റിവർ റാഫ്റ്റിങ്ങും ഹോട്ട് എയർ ബലൂൺ മാതിരത്തെ എന്താണ് പാരാഗ്ലൈഡിങ് ഒക്കെ പോലത്തെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റി കൂടുതൽ നടക്കുന്നത് കുളുവിലാണ്. നിങ്ങൾക്ക് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിനോടാണ് കൂടുതൽ താല്പര്യമെങ്കിൽ നിങ്ങൾ ഒരിക്കലും കുളുവും മിസ് ചെയ്യരുത്. മണാലിയിൽ വരുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും കുളുവും കൂടി വിസിറ്റ് ചെയ്യണം. പിന്നെ ഞങ്ങൾക്ക് അത്രയും അതിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ കുളുവിൽ സ്റ്റേ ചെയ്തില്ല. ആക്ച്വലി ഇപ്പം ഞങ്ങൾ തിരിച്ച് പോണ വഴിയിലാണ് കുളു വരുന്നത്. അത് ഹിമാചൽ പ്രദേശ് സർക്കാരിൻ്റെ ബസ്സാണ്, നമ്മുടെ KSRTC ഒക്കെ മാതിരി. കുറച്ച് പഴയ ബസ് പോലെയാണ്. ആക്ച്വലി നമ്മുടെ KSRTCനേക്കാളൊക്കെ ഇത്തിരി പഴയ ബസ്സാണ്. പിന്നെ അതുകൂടാണ്ട് ഇവരുടെ ഇലക്ട്രിക് ബസ് കുറച്ചും കൂടി സൗകര്യം കൂടുതലുണ്ട്. ഇതേ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഹോട്ട് എയർ ബലൂൺ ആക്ടിവിറ്റിയാണ്. നമ്മൾ നേരത്തെ സ്പിറ്റി വാലിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്കും അത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ഞങ്ങൾ കുളു വില്ലേജിൽ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വഴിയിൽ കാണുന്നുണ്ടാവും റിവർ റാഫ്റ്റിങ്ങിൻ്റെയും ബോട്ടിങ്ങിനൊക്കെ വേണ്ടിയുള്ള ബോർഡ് വെച്ചിട്ട് പാരാഗ്ലൈഡിങ് ഒക്കെ. അപ്പോൾ ഇവിടെയൊക്കെ ഈ ആക്ടിവിറ്റീസാണ് കൂടുതൽ നടക്കുന്നത്. ഇത്ര നല്ല രാവിലെ ആയതുകൊണ്ട് തന്നെ ഇവരൊക്കെ സജീവമായിട്ട് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആപ്പിൾ ഓർച്ചാഡ്സ് ആണേ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ മല്ലു സിംഗിൻ്റെ അടുത്ത സൈഡിലൊക്കെ കണ്ട മാതിരി തന്നെ ഇവിടെയൊക്കെ ആപ്പിളിൻ്റെ മരങ്ങൾ എല്ലാം പൊഴിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആപ്പിൾ സീസണിൽ വന്നു കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആക്ച്വലി ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെയാണ് ഇവിടെ ആപ്പിളിൻ്റെ സീസണായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ആപ്പിൾ സീസണിൽ ആപ്പിൾ കാണാൻ വേണ്ടി ഒന്നുകൂടി വരാം. ഇപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഒരു ഇലയുള്ള ആപ്പിൾ മരം പോലും കാണാൻ സാധിച്ചില്ല. ഇത് വഴിയിലൊക്കെ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ മണാലിയിൽ കണ്ട മാതിരി തന്നെ വിൻ്റർ ഡ്രസ്സും വിൻ്റർ ആക്സസറീസും അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന കടകളാണ്. അതേ കണ്ടില്ലേ, റിവർ റാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കയാക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ബോട്ട്സൊക്കെ അവിടെ റെഡിയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ 9:30 10 o'clock അങ്ങനെ ആയിട്ടുള്ളൂ സമയം. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ അത്രയും സജീവമായിട്ട് വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞ ശേഷം വഴിയിലൊരു വലിയ ഫ്രൂട്ട്സ് കട കണ്ടപ്പം എനിക്ക് കുറച്ച് ഗ്രീൻ ആപ്പിൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ കടയിൽ നിർത്തി. അപ്പം അവിടെയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതൊക്കെയായ കുറേ ടൈപ്പ് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. നമുക്ക് ആ ഫ്രൂട്ട്സ് കടയിലെ കാഴ്ചകൾ കണ്ടാലോ കുറച്ച്. ആ സ്ട്രോബെറി വാങ്ങിക്കാൻ വേണ്ട,
ചോദിക്കാൻ നീ മാറ്. ബ്ലൂബെറി, പ്ലം, ഇതെന്താ സാധനം? ഇതൊക്കെ എന്താ? വൈനോ? ഫ്രൂട്ട് ക്രഷ്. അതിന്റെ അതെങ്ങനെയുണ്ട് ടേസ്റ്റ്? പേഴ്സിമോൺ ഫ്രൂട്ട് പറഞ്ഞതല്ലേ? അത് സെയിം അല്ലേ? ചെറുത് ഇത് കണ്ടോ, ഇത് പേഴ്സിമോണ എന്നുള്ള ഫ്രൂട്ടാണ്. അതിൻ്റെ തന്നെ 3 ടൈപ്പിലുള്ളത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി അമ്പാലത്തെ മാർക്കറ്റിലൊക്കെ തക്കാളിൻ്റെ മാതിരി ഇരിക്കുന്ന ഒന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടെ അതിന് 3 ടൈപ്പ്. ഇതൊക്കെ കണ്ടത് ഇവിടുത്തെ ഫ്രൂട്ട്സ് നിന്ന് ഉണ്ടാക്കുന്ന വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആണ്. അതായത് ക്രഷ്, ജാം, അച്ചാർ, അങ്ങനെ സ്ട്രോബെറിന്നും ആപ്പിളിന്നും പെർസിമോണിന്നൊക്കെ ഉണ്ടാക്കുന്ന വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അച്ചാറും ജാമും ഫ്രൂട്ട് ക്രഷും ഒക്കെ. ചേച്ചി, ആപ്പിളിന്റെ പിക്കിള് വേണോ? ആപ്പിളിന്റെ പിക്കിള് വേണോ? അതിന്റെ പിക്കിളുണ്ട്, പേഴ്സിമൺ പിക്കിൾ. ലിച്ചി ഡ്രിങ്ക് നമുക്ക് വേണ്ട. എടാ, ഒരു ആപ്പിളിന്റെ അച്ചാർ വാങ്ങട്ടെടാ. ഞാൻ ഇതൊരു ജീവിതത്തിൽ ആപ്പിളിന്റെ അച്ചാർ കഴിച്ചിട്ട്. ടേസ്റ്റ് ഒക്കെ തരുമോ? അതെ, എന്നാൽ ടേസ്റ്റ് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ സാധനം പറഞ്ഞ ചേച്ചി. ഇത് പിന്നെ ഇത് നോക്ക്, ഒന്നെടുത്ത ഹനി. അത് കണ്ട, വെൽക്കം പറയാം. ടേസ്റ്റ് ചെയ്യുന്നോടെ സാർ, ടേസ്റ്റ് ചെയ്യൂ സാറേ, എല്ലാവരും ടേസ്റ്റ് ചെയ്യും. ഇത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല, അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. ആപ്പിൾ വാങ്ങിക്കാം. ഇതെന്ത് ഗ്രീൻ ആപ്പിൾ ഉണങ്ങിയതോ? ഗോൾഡൻ ആപ്പിൾ. ആ, അതിന്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഗോൾഡന് പൈസ കുറവാ. ഗോൾഡൻ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട് ബിയർ വാങ്ങിച്ചു, പിന്നെന്താ വാൽനട്ട് വാങ്ങിച്ചു. പിന്നെ ഹനിക്ക് വേണ്ടി ഒരു പാക്കറ്റ്, ഒരു ബോക്സ് ഗ്രീൻ ആപ്പിൾ വാങ്ങിച്ചു. അപ്പോൾ ഒരു ബോക്സ് ഗ്രീൻ ആപ്പിളിന്, അതായത് 20 കിലോയുടെ ഒരു ബോക്സ് ആയിരുന്നു. അപ്പോൾ അതിന് ഇവിടെ കൂടി 200 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അമ്പാലയിലെത്തുമ്പോൾ ഒരു കിലോയ്ക്ക് തന്നെ നമ്മൾ 50-100 രൂപയൊക്കെ കൊടുക്കണമായിരുന്നു. അപ്പോൾ അത് കാരണം അതും വാങ്ങിച്ചു. പിന്നെ കുറച്ച് സ്ട്രോബെറി, പെർസിമോണ ഇതൊക്കെ വാങ്ങിച്ചു കേട്ടോ. ആ, ഗ്രേപ്സ് കിട്ടി. എന്നൊക്കെ കഴുകണം. ഗ്രേപ്സ്, കിനു, ഗ്രീൻ ആപ്പിൾ, റെഡ് ആപ്പിൾ, ഇതൊക്കെ അങ്കിള് നമുക്ക് ഗിഫ്റ്റ് തന്നു. കിട്ടുവാ? പേഴ്സിമോൻ തന്നിച്ചടാ. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചിട്ട് പോവാണ്. ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണോ എന്നറിയില്ല, അങ്കിള് ഒരു കവറിൽ നിറയെ ഡിഫറെൻറ്റ് ഫ്രൂട്ട്സ് ഞങ്ങൾക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് തന്നു. വഴിയിലിരുന്ന് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അത് പേഴ്സിമോനെ കട്ട് ചെയ്ത് തന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് വീണ്ടും അമ്പാല ക്യാൻഡ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കണ്ട മാതിരി തന്നെ ഭംഗിയുള്ള കാഴ്ചകളാണ് തിരിച്ചുള്ള ട്രിപ്പിലും വരുന്നത്. ഇത് നോക്കൂ, ബിയാസ് റിവർ ഏറ്റവും പ്ലെൻറ്റിയായിട്ട് സമൃദ്ധമായിട്ട് ഒഴുകുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ആ, ഇവിടെയാണ് ഭയങ്കര നിറഞ്ഞ് കവിഞ്ഞ്. സൂപ്പർ സൂപ്പർ. ഇത് വോൾവോ അല്ലടാ. ആടാം നമ്മൾ വരുമ്പോ കണ്ടില്ലേ. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കൂടുതൽ യാത്രാവിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ അഭിപ്രായം ചെയ്യാൻ മറക്കില്ല. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടീ യു.